വെൽക്കം ബാക്ക് ടു Xylem. വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് മലയാളം. സോ ഇന്ന് നമ്മൾ മലയാളം സെക്കൻഡ് എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഇന്ന് നിങ്ങൾക്ക് മലയാളം സെക്കൻഡ് ഞാനായിരിക്കും എടുക്കുന്നുണ്ടാവാം. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ജീവിതം പടർത്തുന്ന വേരുകൾ എന്ന് പറഞ്ഞ യൂണിറ്റിലെ ചാപ്റ്റർ പ്ലാവിലെ കഞ്ഞിയാണ്. സോ എല്ലാവരും ഇന്നത്തെ ലൈവിന് റെഡി ആണെങ്കിൽ, നാച്ചു സാറിന്റെ കൂടെ മലയാളം പഠിക്കാൻ വേണ്ടി റെഡി ആണെങ്കിൽ എല്ലാവരും കമന്റ് ബോക്സിൽ ഒരു കുഞ്ഞു നാച്ചു സ്മൈൽ ഇട്ട് അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്കറിയാം മലയാളം സെക്കൻഡ് 40 മാർക്കിന്റെ പരീക്ഷയാണ്. നമുക്ക് 10 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അപ്പൊ 10 ചാപ്റ്ററിൽ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ജീവിതം പടർത്തുന്ന വേരുകളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ജീവിതം പടർത്തുന്ന വേരുകളിലെ പ്ലാവിലെ കഞ്ഞി എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് പോവാണ്. ഓക്കെ ആണല്ലോ, റെഡി? അപ്പൊ നമ്മൾ മലയാളം സെക്കൻഡിൽ ഇനി കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. പക്ഷെ അതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. നാച്ചു സാർ മലയാളം എടുക്കണമെങ്കിൽ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്തിട്ട് ഈ ലൈവിന്റെ ലിങ്ക് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്തിട്ട് ഒരു 15,000 ആക്കണം. അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ വിചാരിച്ചാൽ പറ്റുന്ന കാര്യമുള്ളൂ. ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത്. രണ്ടും ചെയ്യാൻ നിങ്ങൾക്ക് അത്ര വലിയ സമയമൊന്നും എടുക്കില്ലല്ലോ, ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്ലാവിലെ കഞ്ഞിയിലേക്ക് പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ്. നമ്മൾ രാവിലെയും രാത്രിയും ഒക്കെ കഞ്ഞി കഴിക്കാറുണ്ട്. പിന്നെ എന്താണ് ഈ പ്ലാവിലെ കഞ്ഞി എന്ന് പറഞ്ഞാൽ, നമ്മൾ കഞ്ഞി ചിലപ്പോൾ പ്ലേറ്റിൽ കഴിക്കാതെ നമ്മൾ പ്ലാവിലയില് എന്താ പറയാ ഒഴിച്ച് കഴിക്കാറുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ പ്ലാവിലെ കഞ്ഞി എന്ന് വിളിക്കുക. ആൻഡ് ഈ ജീവിതം പടർത്തുന്ന വേരുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ജീവിതം എന്ന് പറയുന്നത് ഒരു മരം പോലെയാണ്. സോ ഈ മരത്തിന് ഒരുപാട് വേരുകൾ ഉണ്ടാവും. ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് പോകുന്ന സമയത്ത്, ചില സമയത്ത് ഈ പന്തലിക്കുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ അടിച്ച് നമ്മൾ തളർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് പ്ലാവിലയിലുള്ള കഞ്ഞി അത്യാവശ്യമാണ്. പണ്ട് വളരെ പ്രസിദ്ധമായ മാണിക്യൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒടിയൻ എന്ന് പറഞ്ഞ സിനിമ. അതിൽ മഞ്ജു വാര്യറിന്റെ ക്യാരക്ടർ മോഹൻലാലിനോട് ചോദിക്കുന്നുണ്ട്, കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്യ എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇത് അറിയാം. സോ പ്ലാവിലെ കഞ്ഞി അത്ര എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. ആൻഡ് പ്ലാവിലെ കഞ്ഞിയെ കുറിച്ച് എനിക്ക് വേറെ കുറച്ച് പറയാനുള്ള കാര്യം, പ്ലാവിലെ കഞ്ഞി ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ചാപ്റ്റർ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അത്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾക്ക് ഓക്കെ. സോ മക്കളെ, നമ്മൾ രണ്ടാമതായിട്ട് ഡിസ്കസ് ചെയ്യും. നിങ്ങൾ വേഗം ഷെയർ ചെയ്ത് 15,000 ആയിരിക്കും, അല്ലെങ്കിൽ ഇറങ്ങി പോകില്ല. ഓക്കെ. സോ അടുത്ത പ്രധാനപ്പെട്ട ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓരോ വിളിയും കാത്ത്. നമുക്കറിയാം, നമുക്ക് എനിക്ക് സപ്പോർട്ടിനൊന്നും ആവശ്യമില്ല. സാറിന് എന്തായിരിക്കും തോന്നുന്നത്, ഓരോ വിളിയും കാത്തെന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിച്ചത് എഴുത്തുകാരെ? ഓരോ വിളിയും കാത്ത് കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത് വെച്ചാൽ നമുക്കറിയാലോ, നമ്മളിപ്പോ എപ്പോഴും നമ്മളെ വിളിക്കുന്നത്, വീട്ടിൽ നിന്ന് വിളിക്കുന്ന അമ്മയാണ്. ഇപ്പൊ രാവിലെ പിന്നെ ചായ കുടിക്കാൻ വേണ്ടി വിളിക്കും, ഉച്ചയ്ക്ക് ചോറ് തിന്നാൻ വേണ്ടി വിളിക്കും, വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടി വിളിക്കും. ഇങ്ങനെ ഓരോ വിളിയും നമുക്ക് വളരെ പ്രധാനപ്പെട്ട വിളികളാണ്. മാത്രമല്ല ഈ വിളികളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പട്ടിണി എടുത്ത് മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഏറ്റവും പ്രിയപ്പെട്ട ആരുടെയോ വിളിയാണ്. താങ്ക് യു. സോ മക്കളെ, നോക്കൂ, നിങ്ങൾ ഒന്ന്